ശരാശരി ഒരു പെണ്ണ് റെഡിയായി വരണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ എങ്ങനെയാലും വേണ്ടി വരും. കാലം നടുക്ക് വെച്ച സ്വർഗം പോലും അണ്ടർ വേൾഡ് ഇല്ലും മറ്റേ സ്കെച്ച് കൊടുക്കാൻ 5 മണി അത് സെക്കൻഡ് ക്വാളിറ്റി ഉപയോഗിക്കാൻ കൊള്ളില്ല. ഇത് ചെയ്തിട്ട് നമ്മൾ പുണ്യാളനാവുന്നല്ലോ, ചെയ്യുന്നത് കള്ളപ്പണിയാണല്ലോ. ഇച്ചിരി നേരം വിശ്വസിക്കണം. അപ്പം നേഴ്സാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മടി. കാരണം ഒന്നാമത് നേഴ്സാന്ന് പറഞ്ഞാൽ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോവിഡ് സെൻ്ററാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പം ഞാനിപ്പോൾ കുറച്ച് നാളുകളല്ല, എനിക്ക് പണ്ട് മുതലേ എന്താ പറയുക, ചുരുണ്ട മുടി ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ കേളി ഹെയർ ആയിരുന്നു. അത് ഞാൻ സ്മൂത്തനിങ്ങും ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് ഇങ്ങനെയാക്കി. പക്ഷെ വല്ലപ്പോഴും ഡെയിലി ആയിട്ട് ഈ കേളി ഹെയർ ഇഷ്ടമില്ലെങ്കിലും വല്ലപ്പോഴും ചില നമ്മുടെ കോസ്റ്റ്യൂംസിൻ്റെ ഒക്കെ കൂടെ കേളി ഹെയർ ആക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഒരു കേളറ് പണ്ട് വാങ്ങിയായിരുന്നു. പക്ഷെ അത് ഒട്ടും തന്നെ എന്താ പറയുക, കേളാവൂലായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച കേൾസ്, നല്ല ഡിഫൈൻ കേൾസ് കിട്ടില്ലായിരുന്നു. കുറേ അങ്ങനെ നോക്കി എനിക്ക് ഓൺലൈനിൽ നിന്നൊരു കളർ കിട്ടി. അത് വെച്ച് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്രാവശ്യം തന്നെ ഞാൻ ആ കളർ യൂസ് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്സ് പോലെ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കേൾ ചെയ്യാന്നുള്ള രീതിയിൽ, അടി മാത്രം, അങ്ങനത്തെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായി. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ ക്രിസ്മസിനൊക്കെ ഞാൻ വീഡിയോ ഇവിടെ കാണിക്കാം കേട്ടോ. ഞാൻ കേൾ ചെയ്തത് അപ്പോൾ അതാണ് നല്ല ഡിഫൈൻഡ് കേൾസ് ആയിരുന്നു. എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു, എങ്ങനെയാണ് കേൾ ചെയ്തത്, എന്തെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സും മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അല്ലെങ്കിൽ കേളർ ഏതാണ് യൂസ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് വാങ്ങിയത്, എങ്ങനെ എത്ര ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്തിട്ടൊന്നും ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് വെച്ചാൽ എനിക്ക് പ്രീവിയസ് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഓർത്തു, ഒരു 4 പേരോളം എനിക്ക് മെസ്സേജ് വന്നു, 1-2 കമൻസും വന്നു. അപ്പം നമ്മൾ എന്തായാലും അങ്ങനെ നമ്മളോട് ഒരുപാട് പേരൊന്നും ചോദിക്കാനുണ്ടാവില്ലേ. അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കുന്നത് എന്നാലും ഒരു വീഡിയോ അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ചോദിക്കാൻ മടിക്കുന്നവർക്കും ഒരു ആൻസർ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്തു, ഇന്ന് എനിക്കിപ്പം ഒരു മുടി ഒന്ന് കേൾ ചെയ്യാം, നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കേൾ ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കേൾ ചെയ്യുന്നത്, എൻ്റെ കേളിങ് റുട്ടീൻസ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. അതിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യണം. മാക്സിമം ജട ചിക്ക് ഇല്ലാതെ നോക്കുക കേട്ടോ. ഇപ്പം എനിക്ക് ഈ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു ബെനിഫിറ്റാണ്, ഒട്ടും തന്നെ കുടുക്ക് വരുന്നില്ല. ബൈക്കിൽ പോകുമ്പോഴാണെങ്കിൽ ഞാൻ ഹെയർ ടൈ ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുടുക്കൊട്ടും വരുന്നില്ല. അപ്പം നമ്മൾ നന്നായിട്ട് ചെയ്തു. പിന്നെ അതിന് ശേഷം നമുക്കൊരു സെറം യൂസ് ചെയ്യാം. ഞാൻ സൺസിൽക്കിൻ്റെ ഒരു സെറാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ലോറിയലിൻ്റെ ബ്ലൂ കളറായിരുന്നു. ഇപ്പം ഈ സെറം കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ ഹെയറിലേക്ക്, ടിപ്സിലേക്കാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇങ്ങനെ 2 പോർഷനാക്കാം. ഈസിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. 2 പോർഷനാക്കുക കേട്ടോ. ഒന്നായിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആക്കും. 2 പോർഷനാക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനം, നിങ്ങൾ കേൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾ ചെയ്യാൻ ഇഷ്ടമാണ്, നിങ്ങൾ കേൾ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കേളർ വാങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇനി കേളർ വാങ്ങാൻ തീരുമാനിക്കുന്നവരാണെങ്കിൽ കേളർ വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ വാങ്ങേണ്ട ഒരു സാധനമാണ് ഇത്. BBlunt ഹോട്ട് ഷോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഹെയർ സ്പ്രേ ആണ്. BBlunt നല്ലതാണ്, ഒരുപാട് റിവ്യൂസ് ഉള്ളതാണ്. ഇതില്ലെങ്കിൽ വേറെ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇത് വലിയ റേറ്റും ഒന്നുമില്ല. ഇത് ഏകദേശം എൻ്റെ കഴിയാറും ആയിട്ടുണ്ട്. ഇത് വാങ്ങിക്കണം. കേളർ വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇത് വാങ്ങിക്കുക കേട്ടോ. സ്ട്രെയിറ്റ്നർ ആണെങ്കിലും കേളർ ആണെങ്കിലും എന്ത് ഹീറ്റ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഇത്. എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഫ്രണ്ട് ഞാൻ സ്മൂത്തൻഡ് പോർഷനാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ നാളായിട്ട് നമ്മൾ ഈ ഫ്രണ്ട് സ്മൂത്തൻഡ് പോർഷനായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹെയർ സ്റ്റൈൽ, ചിലവർക്ക് ഉണ്ടാവില്ല ഹെയർ ഫ്രണ്ടിലെ സ്റ്റൈൽ മാറ്റുമ്പോൾ ഫേസ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഫ്രണ്ട് സൈഡ് ഇപ്പോൾ ഈ കേൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യൂല. ലാസ്റ്റ് എന്താണോ എനിക്ക്
എനിക്ക് ഇണങ്ങണത് അതിനനുസരിച്ച് ചെയ്യുള്ളൂ. ഞാൻ ബർത്ത്ഡേക്ക് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ഒരുമിച്ച് ചെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു ഫ്ലോപ്പായിരുന്നു അത്. ഫ്രണ്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. ലാസ്റ്റ് നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണിക്കുമ്പോൾ ഞാൻ ഈ ഫ്രണ്ടും ചെയ്യില്ല, നോക്കട്ടെ. ഇത് സ്മൂത്തൻ ചെയ്ത പാർട്ടായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യും വേണം. അപ്പം നമുക്ക് ഈ പാർട്ടിൽ നിന്ന് തുടങ്ങാം. അതിന് മുന്നേ എന്താണ് സാധനം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന കേളറ് മെയിനായിട്ട് ചോപ്സ്റ്റിക് കേളറാണ്. മറ്റേ കേളർ വെച്ചിട്ട് എനിക്ക് അധികം കേൾസ് വരാറില്ല, പക്ഷേ ഈ ചോപ്സ്റ്റിക് കേളർ വെച്ചാൽ എനിക്ക് നന്നായിട്ട് കേൾസ് വരുന്നുണ്ട്. ഇത് റോസ്യ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്രൊഫഷണൽ ഹെയർ കളറാണ്. ഭയങ്കര ബ്രാൻഡഡ് ഒന്നുമല്ല കേട്ടോ, പക്ഷേ സാധനം നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 2 വർഷം 2 വർഷം കല്യാണത്തിന് മുന്നേ വാങ്ങിയതാണ്. 2 വർഷം കഴിഞ്ഞു. എനിക്ക് കാണിച്ചു തരാം. അന്ന് ഞാനിത് റേറ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല. ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ആമസോണിൽ നിന്നാണെങ്കിൽ ഉണ്ടാവാൻ വഴിയില്ല. ആമസോൺ ഒന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എല്ലാം പോയായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്നായിരിക്കും. ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ. നമുക്കിതേ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിലും ഇത് നമ്മുടെ ഒരു റേഞ്ച് എന്തായാലും ഇത് 500+ ആയിരിക്കും. ആ സമയത്ത് എന്തായാലും ഞാൻ അതിലും കൂടുതൽ പൈസയ്ക്കൊന്നും വാങ്ങിക്കാൻ വഴി വളരെ കുറവാണ്. 500+ ആയിരിക്കും. ഇതൊരു സിലിക്കോൺ സാധനമാണ്. ഇതിൻ്റെ മുകളിൽ വെച്ച സിലിക്കോൺ പ്ലേറ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മൾ കേൾ ചെയ്യാൻ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷേ കുറച്ചുകൂടെ റേറ്റ് കൊടുത്ത ഒരു 1000+ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ളവരാണെങ്കിൽ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ അതൊന്നുമില്ല, നമുക്ക് ഒറ്റ ടെമ്പറേച്ചറിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ചൂടാവാൻ വെക്കണം. അപ്പോൾ നമുക്കൊരു ഒന്ന് കുത്തി വെക്കാം. ഇങ്ങനെ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബട്ടൺ ലൈറ്റ് തെളിയും. ഇതാണ് ഓണിൻ്റെ സിഗ്നൽ. നമുക്ക് ഫസ്റ്റ് ഈ സൈഡ് ചെയ്യാം. കുറച്ച് സ്പ്രേ പോയി എങ്കിലും സാരമില്ല ഗൈസ്. നിങ്ങൾക്ക് കാണിച്ചു തരുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണിച്ചു തന്നില്ലെങ്കിൽ മോശമില്ല. നമുക്കൊന്ന് ഹീറ്റ് ആകുമ്പോഴത്തേക്ക് സ്പ്രേ അപ്ലൈ ആയിക്കോളും. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോർഷൻ സ്മൂത്തൻ്റെ പോർഷൻ ഞാൻ വിടുകയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് പോർഷൻ എടുക്കാം. കുഞ്ഞു പോർഷൻസ് എടുക്കാൻ നോക്കുക. നമുക്ക് തിരക്കാണെന്ന് വെച്ച് അല്ലെങ്കിൽ സമയമില്ലയെന്ന് വെച്ച് വലിയ വലിയ പോർഷൻസ് എടുക്കാൻ നിന്നാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞു പോർഷൻസ് എടുക്കുക കേട്ടോ. ചൂടായിട്ടുണ്ട് ഏകദേശം. നല്ല ചൂടാന്ന് തോന്നിയാൽ ഓഫാക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ചീവി സെറ്റാക്കിയെടുത്തേക്ക്. ചിലവർക്ക് ഇവിടുന്ന് മാത്രമായിരിക്കും, അപ്പം ഇങ്ങനെ പിടിക്കുക. ഇവിടുന്നേ വേണ്ടവർ ഇങ്ങനെ. ഓക്കെ. അതിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ചെടുക്കുക. ഈസി. കുറച്ച് നേരം വെക്കുക കേട്ടോ. ചൂടായി വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനൊരു മാക്സിമം ഇതുപോലെ 2 പ്രാവശ്യം അപ്ലൈ ചെയ്യാതിരിക്കുക കേട്ടോ. വെക്കുമ്പോൾ കുറച്ച് ടൈം വെച്ചാലും 2 പ്രാവശ്യമായിട്ട് ചെയ്യാതിരിക്കുക. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കത് ഒരു ചുമ്മാ വീണെടുത്ത് കിടന്നൂരില്ല എന്ന് പറയുന്നില്ല, നിങ്ങൾക്കതൊരു അറിവായിക്കോട്ടെ എന്ന് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ. യെസ്, ഗോട്ട് ഇറ്റ്. നമ്മുടെ കേൾസ് വന്നിട്ടുണ്ട്. ഇനി സെറ്റിംഗ് സ്പ്രേ അടിക്കേണ്ടവർക്ക് അടിക്കാം. അങ്ങനെയാകുമ്പം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ നോ, ഇപ്പം ഞാൻ എന്തായാലും സെറ്റിംഗ് സ്പ്രേ അടിച്ചൊന്നും എനിക്ക് കാണിച്ചു തരുന്നില്ല. ഇപ്പം ഞാൻ കേളിങ്, കാരണം വെറുതെ മുടി ഡാമേജ് ആക്കണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും ഫോട്ടോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ഇപ്പോൾ ചെയ്യണമെന്ന് എനിക്കില്ല. പക്ഷേ ഇതും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും കേട്ടോ. യെസ്, ഹൗസ് ഇറ്റ് ഗൈസ്, ലുക്ക്. പിന്നെ നമുക്കുള്ളത് കൺഫ്യൂഷൻ, ഈ മുന്നിൽ ഞാനിങ്ങനെ ഒരു പോർഷൻ വെക്കുന്നതുകൊണ്ട് ഏതാണ് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് നന്നായിട്ട് വരും. മേലെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ മേലത്തൊരു പോർഷനല്ലേ എടുത്ത് ഇനി അടിയിലത്തെ പോർഷൻ എടുക്കാം. ഇത് കുറച്ച് ഹെയർ ഉള്ളതുകൊണ്ട് ഈ കേൾസ് വരുന്നത് നോക്കിക്കൂടെ, നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ കേൾസ് വരും.
നോക്കിയേ, ചൂടായിരിക്കും, കൈ പൊള്ളാതെ സൂക്ഷിക്കുക. നല്ല കേൾസ് ആയിട്ടില്ലേ? കാരണം നമ്മൾ എത്രത്തോളം കുഞ്ഞിതായിട്ട് എടുക്കുന്നു അത്രത്തോളം നമുക്ക് ഈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും നമ്മൾ വിചാരിക്കുന്ന കേൾസ് വരും. കൈ വേദന എടുക്കുന്നു. ഇനി നമുക്കൊരു ലവിങ് പാർട്ട്ണർ ഉണ്ട്, നമുക്കിത് ചെയ്തു തരാൻ ഇഷ്ടമുള്ള ഒരാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടി കുറച്ചുകൂടി ഈസിയാണ്. ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ സംഗീത് സാഗറിനെ വിളിക്കും. എനിക്ക് മടിയാണ്. ഞാൻ കുഞ്ഞി പോർഷൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാറുള്ളൂ. വെറുതെ ഇരിക്കുക, ഒരു ഹെൽപ്പിന് വരുമോ? നോക്കാം, വരൂ. ഇതൊന്ന് ചെയ്തു തരുമോ? ബാക്കി എനിക്ക് കൈവേദന എടുക്കുന്നു. ഇതല്ലേ, ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഇവിടെ ടൂൾസ് ഉണ്ടോ? മൊത്തമാണ് അത് സൈഡ് മതിയാ? ഈ സൈഡ് ആദ്യം ചെയ്. ഈ സൈഡ് പിന്നെ ആ സൈഡില്ലേ? കേട്ടില്ല. പിന്നെ ഇച്ചിരി മുടി വെട്ടിയോണ്ട് കുറച്ചുകൂടി ഈസി ആട്ടോ. മറ്റേത് താഴെ വരെ ചെയ്യണ്ടേ, ലെങ്ത് ഉള്ളതുകൊണ്ട്. മുടി വെട്ടിയതിൽ, മുടി ഇത്രയാക്കിയതിൽ വിഷമമുണ്ടോ, ആ ഒരു കടി മാറിയോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചായിരുന്നു. വിഷമമൊന്നുമില്ല, കാരണം മുടി നീളും. ഇപ്പം തന്നെ എൻ്റെ 1 ഇഞ്ച് നീണ്ടു. പിന്നെ നമ്മളെപ്പോഴും ഒരേ പാറ്റേണിൽ പോവാതെ ഇടയ്ക്കൊന്ന് മാറ്റി നോക്കുന്നത് നല്ലതല്ലേ? അല്ലേ? അതെ. പെട്ടെന്നൊരു മൂഡിൽ പോയി വെട്ടിയതാണോ എന്ന് വെച്ചാൽ അതെ ആണ്. പെട്ടെന്ന് വെട്ടണം എന്ന് തോന്നി വെട്ടി. ഇടയ്ക്ക് എനിക്ക് മുടി നന്നായിട്ട് നീട്ടണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടൂല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത്യാവശ്യം നീണ്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നു. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം നീണ്ടായിരുന്നു. ആ റോസ്മേരിയൊക്കെ ഞാൻ യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീളം വെച്ചപ്പോഴാണ് ഞാനൊന്ന് മുടി ഹെയർ കട്ട് ചെയ്തൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് നീളം കുറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ വെട്ടിയപ്പോൾ നന്നായിട്ട് നീളം കുറഞ്ഞു. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. ആശാൻ എത്തിയിട്ടുണ്ട്. ബാക്കി ആശാൻ ചെയ്യട്ടെ. നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ബാക്കി കുട്ടനാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഉണ്ടോ? എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഈ ഒരു സാധനത്തിൻ്റെ ഈ ഭാഗത്ത് പിടിക്കാം. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും, ഇവിടെയും ചൂടുണ്ടാവില്ല ഈ എൻഡിൽ. അപ്പോൾ ഈ മുടി കുറച്ച് മാത്രം എടുത്തിട്ട് ഈ എൻഡിൽ തുടങ്ങി വെറുതെ ഒന്നിങ്ങനെ ചുരുട്ടി കൊടുത്താൽ മതി. ചുരുട്ടി അവസാനത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈയോടെ തൊടാതെ നോക്കണം. ഇച്ചിരി നേരം നമ്മൾ ഇച്ചിരി പുകയൊക്കെ വരും. ഇങ്ങനെ മെല്ലെന്ന് വിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ചുരുണ്ട് വെക്കാം. ഭർത്താക്കന്മാർ സൂക്ഷിക്കുക. ഭാര്യമാർ ഇനി ചോപ്സ്റ്റിക് കളറും വാങ്ങിയിട്ട് വരും. ഇനി ഈ വീഡിയോ കണ്ട് എന്നെ ആരും പഞ്ഞിക്കിടരുത്. ഇത് എൻ്റെ ഒരു എന്താ പറയുക, പാഷനും സ്കില്ലുള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സുഖമാണ്. ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. കൈ കൊള്ളല്ലേ? നമ്മൾ ഈ സാധനം എത്രത്തോളം അടുപ്പിക്കുന്നു അത്രത്തോളം കേൾസ് കുഞ്ഞി കണ്ടോ? ഇത് കണ്ടോ? ഇത് ഭയങ്കര കുഞ്ഞി കേൾസ് ആയത് കണ്ടോ? ഇത് കണ്ടോ? ഞാൻ ചെയ്തത് ഭയങ്കര ലോങ് കേൾസ് അല്ലേ? അത് ഞാൻ വിട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വന്നത് കുഞ്ഞി കേൾസ് ആയത്. അത് നമുക്ക് എങ്ങനത്തെ കേൾസ് വേണോ എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. എന്ത് മടി കൂട്ടാ. അതിപ്പോൾ ഏകദേശം എന്തായാലും 1 മണിക്കൂറിൻ്റെ അല്ലേ? 1 മണിക്കൂർ എടുക്കും അല്ലേ? ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും 1 മണിക്കൂർ എടുക്കും. കാരണം ബാക്കൊക്കെ നമ്മൾ സെറ്റ്. ഒരാൾ ഇതുപോലെ ചെയ്ത് തരാനാണെങ്കിൽ സ്കിൽഡ് മാൻ പെട്ടെന്ന് ചെയ്തു തരും. ഇപ്പം മുടീൻ്റെ ലെങ്ത് കുറഞ്ഞുകൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാം. നേരത്തെ നമ്മൾ നിർത്തിയത് അവിടെ. ഞാൻ മുടി വെട്ടിയതിൽ വിഷമം, റിഗ്രറ്റ് എന്തെങ്കിലും
ഒരിക്കലും ഇല്ല. അതെ, അതൊക്കെ ഓരോരുത്തര ഇഷ്ടങ്ങളല്ലേ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഓ, മുടിയിട്ട് ഇഷ്ടപ്പെട്ടു. യെസ്, അവനാണ് മുടി വെട്ടണമെങ്കിൽ ഒരാൾ ചോദിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അതാണ്, ദാറ്റ് ഈസ് മീ മാൻ. ഇത് കുറച്ച് മുടിയൊക്കെ ആണെങ്കിൽ നല്ല കറക്റ്റിൽ കിട്ടും, കുറച്ച് എടുത്ത് ചെയ്യണം. പക്ഷെ അതാണ് സമയം ഉണ്ടെങ്കിൽ അതാവും നന്നാവുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാരണം കുഞ്ഞി പോർഷൻസ് എടുക്കുകയാണെങ്കിൽ നല്ല ഗേൾസ് ശരിക്കും ആ കേളിങ് നമുക്ക് ശരിക്കും മനസ്സിലാവും. മറ്റേത് നമുക്ക് ഒരുപാട് മുടി എടുത്ത് കഴിഞ്ഞാൽ അത്ര ഒരു ഫിനിഷിങ് കിട്ടില്ല. ഇനി മറ്റേ സ്ട്രെയിറ്റനിങ് കൊണ്ടുള്ള അടിയിൽ ബാങ്ക്സ് വരുത്തുന്നതും കൂടെ പഠിപ്പിക്കണം, എന്നാൽ അതും സുഖമായി. എന്താ അതിനോടുള്ള അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, ഒരു പൊടിക്ക് ഓവറല്ലേ എന്നൊരു സംശയം. ഇതിന് വലിയ പണിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതെന്ന് വെച്ച് കണ്ട് തിരിച്ചാൽ പരിപാടി തീരും. അശോകനവിടെ ക്ഷീണം, ആക്കല്ല ക്ഷീണം. നല്ലൊരു ബോട്ടിലല്ലേ ഇത്? കുറച്ച് കഴിയുമ്പം, കാരണം ഇത്രയും നേരം എടുത്തില്ലേ, ആ ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റെ ഒക്കെ ഒന്ന് പോയിട്ടുണ്ടാകും. ബാക്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ്റെ. വാച്ചൊക്കെ കെട്ടി എവിടെ പോവാ? ആ സൈഡ് കഴിയാനായോ? അത്രയും കുഞ്ഞി പോർഷൻ എടുക്കണ്ട. കണ്ടേനെ ഒരു വെള്ളിക്കൊലുസ് പോലെ இந்த ഭൂമി സിനുങ്ങുക്കീലെ അണിയാത വൈരം പോലെ അന്തവാനം മിനുങ്ങും മേലെ ഒരു വെള്ളിക്കൊലുസ് പോലെ இந்த ഭൂമി സിനുങ്ങും കീലെ അണിയാത വൈരം പോലെ അന്തവാനം മിനുങ്ങും മേലെ. പോട്ടെ, ഓക്കെ അല്ലേ? ഓക്കെ. വലിയ വലിയ ഗേൾസ് എടുത്തില്ല ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും നേരം വിഴിത്തലയ്ക്കുമേൽ തിരന്തതോ അടടാ அந்த வெண்ணில வீட்டுக்குள் உடைந்ததோ அது என்னுடல் தேனியில் கொண்டதோ கனவோ நீச்சமோ காதல் மந்திரமோ ஓராயிரம் ஆண்டுகள் சேர்ந்திட்ட காதலிது നൂറായിരം ആണ്ടുകൾ താണ്ടിയും വാഴും ഇത് ഓരായിരം ആണ്ടുകളാൽ സേവിട്ട കാതലിത് നൂറായിരം ആണ്ടുകൾ താണ്ടിയും വാഴും ഇത്. ഫസ്റ്റ് പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ 2 പോർഷനായി എന്ന് പറഞ്ഞപ്പോൾ ആക്കിയെന്ന് പറഞ്ഞില്ലേ, അപ്പം അതിൽ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ആക്കിയിട്ടുണ്ട്. അതിലിത് നിങ്ങളൊന്ന് മറന്നേക്കെ. നല്ല ഡിഫൈൻഡ് ഗേൾസ് ആയതുകൊണ്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒന്നുകൂടെ വൃത്തിയാവും. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത സൈഡിലേക്ക് പോവാണ്. അടുത്ത സൈഡിൽ നമ്മൾ ചീവി നേരത്തെ നേരത്തെ നമ്മൾ ഓൾറെഡി സ്പ്രേ അടിച്ചായിരുന്നു, എന്നാലും ഒന്നുകൂടെ ആക്കി. അതിൻ്റെ നമ്മുടെ സ്ട്രെയിറ്റൻഡ് പോർഷൻ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവച്ചു. ഓക്കെ, ഇത് ചെയ്തു കുഴപ്പമില്ല. അപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ടൈം എത്രയായി? സമയം 4:25. അപ്പോൾ നമുക്ക് എത്ര ടൈം കൊണ്ട് ഒരു പാർട്ട് കംപ്ലീറ്റ് ആവും നോക്കാം. അത് എത്ര സമയം കൊണ്ട് പണിയാക്കാം. ഞാൻ പറഞ്ഞല്ലോ, എക്സ്പെർട്ടിന് സമയം മാറ്ററല്ല. ടൈം ഈസ് നോട്ട് എ മാറ്റർ. നോ, ടൈം ഈസ് മാറ്റർ. ഇതെന്നെ പുക വരുതേ മോനെ.
പുക എന്താ പുക എൻ്റെ മുടി കത്തിക്കാത്. എന്തായാലോ അത് കേൾസ് ആവണമെന്നേ ഉള്ളൂ. അതെന്താണ് അങ്ങനത്തെ ഡോക്ടർ വെറുതെ ഒരു ദിവസം ചുരുട്ടിയിരിക്കും. പുഷ്പന്റെ പോലെ താഴത്തില്ല, ചുരുണ്ടായിരിക്കുള്ളൂ. എന്താലേ ചുരുണ്ട മുടിക്കാരൊക്കെ സ്ട്രെയിറ്റ് ചെയ്യുന്നു, സ്ട്രെയിറ്റ് മുടിയുള്ളവർ ചുരുട്ടുന്നു, ചുരുണ്ട മുടിക്കാർ സ്ട്രെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ചുരുട്ടുന്നു. എന്താണ് അതിലൂടെ പറയാനുള്ളത്? പ്രത്യേകിച്ച് അഭിപ്രായം വ്യത്യാസമൊന്നുമില്ല. ആക്ച്വലി എൻ്റെ നല്ല നല്ല കേളി ഹെയർ അല്ലെങ്കിലും ഒരു കേൾ ടു മീഡിയം സ്ട്രെയിറ്റ് അല്ല, എന്നാൽ ഒരു വേവി ഹെയറാണ്. അത് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തു, സ്മൂത്തൻ ചെയ്തു. ഇപ്പോഴും ഫ്രണ്ട് സ്മൂത്തൻ്റാണ്. ബാക്കി ഇപ്പോൾ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം കംപ്ലീറ്റ്ലി ട്രീറ്റൻഡ് ഹെയർ ഒക്കെ പോയി. ഇപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ എന്തായാലും ഒന്നും ആക്കും തോന്നുന്നില്ല, അതെപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എനിക്ക് നെറ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ട്, ഇച്ചിരി അത്യാവശ്യം കൂടുതലാണ്. ഫാസിൽ നെറ്റ് ഇച്ചിരി ദൂരമില്ല, അത്രയില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ എപ്പോഴും മുടി ഇങ്ങനെ തൂക്കിയായിരുന്നു. ചുരുണ്ട മുടിയാകുമ്പോൾ അതൊരു ഭംഗിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എപ്പോഴും മുടി ഫ്രണ്ട് സ്മൂത്തൻ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു നഴ്സിംഗ് കഴിഞ്ഞ് ഫസ്റ്റ് സാലറി, ഒരു സെക്കൻഡ് ഓർ തേർഡ് സാലറി കിട്ടിയപ്പോൾ ഫ്രണ്ട് പോയി സ്മൂത്തൻ ചെയ്ത്. അന്ന് ക്രൗൺ ഏരിയ ഇല്ല, അന്ന് ഇയർ ടു ഇയർ ചെയ്തു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ക്രൗൺ ഏരിയ ചെയ്തു, പിന്നെ ഇയർ ടു ഇയർ ചെയ്തു, പിന്നെ ആ ക്രൗണിങ് അല്ല. അപ്പം ഏകദേശം ഒരു 4 നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? കോവിഡ് വന്നിട്ട് എത്ര നാളായി? ആ 2020 കോവിഡ്. നോ 2020 മാർച്ച്. അപ്പോൾ കോവിഡ് വന്ന് ആ ഫസ്റ്റ് വേവ് ഒന്ന് കുറഞ്ഞപ്പോൾ സ്മൂത്തൻ ചെയ്താൽ. കാരണം ഞാൻ ആ സമയത്ത് CFLTസിലായിരുന്നു. ലിയ ഓർക്കുന്നുണ്ടോ? 5 എല്ലാവരും എനിക്ക് മുടി സ്മൂത്തൻ ചെയ്യാൻ പോയപ്പം ഞങ്ങൾ കോവിഡ് സെൻറ്ററിലാണ്. ഏകദേശം ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അവിടുത്തെ ചേച്ചി ഞങ്ങളോട് ചോദിച്ചു എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം നേഴ്സാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മടി. കാരണം ഒന്നാമത് നേഴ്സാന്ന് പറഞ്ഞാൽ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോവിഡ് സെൻ്ററാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കല്ല, അതന്നെ. അപ്പം അവർക്ക് പേടിയാവൂലേ കോവിഡ് സെൻ്ററിലും കൂടെയാന്ന് പറഞ്ഞപ്പം. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോവിഡ് സെൻ്ററിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ആ പെട്ടില്ലേ ഏതാന്ന് വെച്ചപ്പോൾ 5 ആരോ കയറി പറഞ്ഞു ബോട്ടണി, അങ്ങനെ ഏതാന്ന്. അപ്പം ആ ചേച്ചിക്ക് ഏതൊരു കസിനും അറിയുന്ന ആരോ അവിടെ ബോട്ടണി പഠിക്കുന്നു. ഭാഗ്യത്തിന് ആ ചേച്ചി ഫസ്റ്റ് ഇയർ പറഞ്ഞു പുള്ളിക്കാരി. അപ്പം ഞങ്ങൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇയർ പറഞ്ഞു. അങ്ങനെ ഇതാണെങ്കിൽ കുറച്ച് നേരമല്ലല്ലോ, 3-4 മണിക്കൂർ എടുക്കൂലേ തീരാൻ. അങ്ങനെ ഇത് കാണുന്നില്ലേ ചേച്ചി? അതുകൊണ്ടാണ് ഞാൻ എവിടെയാണെന്നൊന്നും മെൻഷൻ ചെയ്യാൻ ഞാൻ ചെയ്തത്. അതൊക്കെ ഇച്ചിരി ആ സമയത്തല്ല, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സെൻറ്റർ തന്നെയാണ്. പിന്നെ പുള്ളിക്കാരൊന്നും ഓർക്കാനൊന്നും വഴിയില്ല. അങ്ങനെ അന്ന് ഞാൻ തുടങ്ങിയതായി സ്മൂത്തനിങ് ഫ്രണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഇതുവരെ സ്മൂത്തനിങ് ചെയ്തില്ല. അതെ. അപ്പം നമുക്കിങ്ങനെ ഭയങ്കര ഈ സംഭവം നമുക്ക് മുടി നീളുമ്പോഴാണ് ഈ ഇത് പോയിട്ട് എന്താ സ്മൂത്തൻ ഹെയർ പോയിട്ട് ഇവിടെ കണ്ടില്ല ഇപ്പം ചുരുണ്ടിരിക്കുന്നത് സംഭവം. സന്തോഷമാണ് വേണ്ട, കാരണം നമ്മുടെ മുടി നീളുന്നുണ്ടല്ലോ. പക്ഷെ അത് കാണുമ്പോൾ ഒരു സങ്കടം. പിന്നെ പൈസ കളയണമല്ലോ സ്മൂത്തനിങ് ചെയ്യാൻ, വീണ്ടും ചെയ്യണമല്ലോ എന്നുള്ളൊരു വിഷമം. അതെ, പക്ഷെ ഗ്ലാഡി ഇപ്പം കണ്ടില്ലേ, ഗ്ലാഡി കംപ്ലീറ്റ്ലി സ്മൂത്തൻ ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി കേളാക്കിയില്ലേ. ഓരോരുത്തർക്കും ഓരോ വട്ട്. ലിയ പക്ഷെ മുടിയിൽ ഒരു ട്രീറ്റ്മെന്റും ചെയ്തില്ല കേട്ടോ. നാച്ചുറൽ ബ്യൂട്ടിയാണ്. അതെ, ലിയ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ലിയ ഇല്ല ഹെയർ കട്ട് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അതെ അതെ പറയുന്നുണ്ട്. കണ്ട ഉടനെ 10 പൗണ്ട് അയച്ചു തന്നു. ഈ പറയണ തലയിലോ ബ്ലോ ഡ്രൈ അല്ലേ, കെരാറ്റിൻ ചെയ്തിട്ടുണ്ട്.
ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട്. പണ്ട് സ്മൂത്തനിങ് ചെയ്തിട്ടില്ലേ? സ്മൂത്തനിങ് ഇല്ല അല്ലേ? കളർ ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നേ പിന്നെ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ല കെരാറ്റിൻ കല്യാണത്തിന് കുറേ നാൾ മുന്നേ. അതെ, അത് കൊണ്ടടക്കണേ. മകനെ പൊന്മകനെ മുത്തായവനെ നീനും സൂര്യനും സന്ധിരനും ഒന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ അണ്ണൻ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ടു നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവത്തെ എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം നടുക്ക് വെച്ച സ്വർഗം പോലും അണ്ടർവേൾഡ് ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമണ്ണും മിനാറ്റി ഉലകതിലാരോടും തോൽക്കാ വീരൻ കരളിതലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞു താരാട്ടാനന്ദേ കരയാൻ കണ്ണീരില്ല കണ്ണീരപ്പാൻ ആരും പോരണ്ട എരിയും മൂന്നാം കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് ഇവനെ പടച്ചുവിട്ട കടവുളുക്ക് 10ൽ 10 ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമണ്ണും മിനാറ്റി. വലുതാക്കിയാണ് എന്താലേ ആ പാട്ട് വെറുതെ പിള്ളേരുടെ ഇടയിലൊക്കെ. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറവാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നീ തനുയീരൻ കാറ്റും ഉലകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം നിറമാടിയ നേരം അകമഴിലും അയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്നയാഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ അതുണ്ട് എന്നുയിരിൽ വിടരും പനിമലരേ അഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. കേരളത്തിൽ സൂപ്പറാണ് ഷർട്ടല്ല കുർത്തിയാണ്. നിങ്ങൾ കേൾക്കും എന്താണ് ഈ വീഡിയോക്ക് വേണ്ടി പാട്ട് പാടുന്നത്? അല്ല ഗൈസ്, എപ്പോഴും ഇങ്ങനെയാ. എൻ്റെ ചെവിക്കൊരു സ്വൈര്യമില്ല. എന്താ ചെയ്യ, കലാകാരനെ സമൂഹം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞില്ല. ഫുൾ ടൈം ഒന്നെങ്കിൽ ഈ വായ അല്ലെങ്കിൽ സ്പീക്കർ. അഭിനയക്കലയിൽ നിൻ്റെ ഏട്ടൻ്റെ ഗുരുവായിരുന്നു. ഇപ്പോൾ ഭക്ഷണക്കലയിൽ നിൻ്റെയും ഗുരു. അങ്ങനെ ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ചന്ദ്രയുടെ ജീവിതം ബാക്കി മടക്കി തന്നെ നോക്കണം. മടക്കി തന്നെ ദൂരദേശത്തിൽ തുലൈന്താലോ കൺമണി ഉന തേടി വന്നതും കണ്ണല്ല കോപ്പിറൈറ്റ് വരുമോ? ഞാൻ പാടിട്ട് കോപ്പിറൈറ്റ് ചെയ്തെങ്കിൽ ഓനെ രംഗം ചേട്ടൻ കാണിക്കുന്ന പറഞ്ഞാൽ കാണിക്കും. ഓക്കെ, എന്താ കഴിഞ്ഞ ഇല്ല? അതേ ഇത് ആൾക്കാർ കാണുമ്പോ ഞങ്ങൾക്കത് ചെയ്യണ്ട എന്തോരം നേരാണ് സമയം. മീൻസ് പെട്ടെന്ന് റെഡി ആയിട്ട് പോവാ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ആരും റെഡി ആവില്ല. ഒരു ശരാശരി ഒരു പെണ്ണ് റെഡിയായി വരണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ എങ്ങനെയാലും വേണ്ടി വരും. പിന്നെ ഞാൻ റെഡിയായി 2 മണിക്കൂർ. അപ്പൊ എന്തായാലും ഇതിനൊക്കെ ചെയ്യാനുള്ള സമയം എന്താണല്ലോ. കാരണം ഇതിനുള്ള സമയം കണ്ടെത്തിയിട്ട് അവരെന്തായാലും റെഡിയാവാൻ വരുന്നുള്ളൂ. അല്ല പിന്നെ ഇത് ഈ കളർ യൂസ് ചെയ്തിട്ട് താഴെ മാത്രം ഇങ്ങനെ എളുപ്പത്തിൽ കേൾ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ചുമ്മാ കറങ്ങാൻ പോകാൻ എന്തായാലും ഇങ്ങനെ ചുറ്റേണ്ട ആവശ്യമില്ലല്ലോ. അത് കാണാൻ പറ.
ആ വീഡിയോ Go and watch, guys. അതന്നെ ഉണ്ടോ ഉള്ളിലെവിടെ ഉണ്ടോയെന്ന് തരികയാണ് ഗൈസ് ആത്മാർത്ഥത. ചെയ്യുന്നത് കള്ളപ്പണിയാണല്ലോ, അച്ഛൻ നേരുന്ന വിശ്വസിക്കണമല്ലോ. മറ്റമല്ലേ നമുക്ക് മറ്റേ സ്കെച്ച് ചെയ്ത് കൊടുക്കാൻ ജോണി, അത് സെക്കൻഡ് ക്വാളിറ്റി ഉപയോഗിക്കാൻ പാടില്ല. ഇത് ചെയ്തിട്ട് നമ്മൾ പുണ്യാളനാവുന്നല്ലോ, ചെയ്യുന്നത് കള്ളപ്പണിയാണല്ലോ, ഇച്ചിരി നേരുന്ന വിശ്വസിക്കണം. ഇതാണ് ഗൈസ് അവസ്ഥ. ഒന്നുകിൽ പാട്ട് അല്ല ഞാൻ എന്താ പറഞ്ഞ അപ്പോൾ ഏതേ സിനിമ ഡയലോഗ്. കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വണ്ണക്കുളി നീതാനമ്മ കത്തിച്ചിമിഴും തങ്കക്കൊലുസിൻ രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചേ കാറ്റാടി പോലാകിരേ മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമോ മനതാരിൽ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ പീലി നീട്ടുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ പാവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനി മതിവളുടെ മലരൊളി അഴകില നാളങ്ങളിൽ എൻ കനവുകൾ എഴുതിയ താരകങ്ങളെ കാണുവാൻ സാക്ഷിയായി. ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും ഞാൻ ഐ എം ഗോയിങ് ബാക്ക് ടു മൈ കോളേജ് ഡേയ്സ്. കാരണം വേറൊന്നുമല്ല, പിള്ളേർ ഡാൻസ് കളിച്ച പാട്ടായിരുന്നു, പക്ഷെ പോളി ഡാൻസ് ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം സാക്ഷിയായി പാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പാവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനി മതിവളുടെ മലരൊളി അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഏകദേശമല്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്കിയേ എന്തൊരു സെറ്റാണ്. ബാക്കപ്പ് വർക്ക്സ് ആണ് സെറ്റ്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനും കൂടെ ഒന്ന് ചെയ്തിട്ട് ഇത് കാണുമ്പോൾ ഇച്ചിരി ടൈം എടുത്താലും ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. പതിയെ അപ്പം ഞാൻ സെയിം ടൈമിൽ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ എന്തായാലും നന്നായിട്ട് സ്പ്രേ അടിക്കുക. കാരണം നമുക്ക് ഇവിടെ അത്യാവശ്യം ഹീറ്റ് നന്നായിട്ട് കൊടുക്കണം. ബിക്കോസ് ഇത് സ്മൂത്തൻഡ് ഹെയർ ആണ്, ട്രീറ്റഡ് ഹെയർ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഹീറ്റ് അധികം കൊടുത്താലേ ഉള്ളൂ എന്താവുള്ളൂ ഇവിടെ ചുരുളുള്ളൂ. പോർഷൻസ് ദിസ് വൺ എന്ന് വെച്ചാൽ അവിടുന്ന് വേണ്ട ചിത മതി. അമ്മ എനിക്ക് അതേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. ബാ പുറത്ത് വാ. ബാബാ ഇനിയുണ്ട്, പുറത്തും തന്നെ വേണം. ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടേ എനിക്കൊരു സാറ്റിസ്ഫാക്റ്റഡ് അല്ലായിരുന്നു ഞാൻ. മതി. ടിപ്പിലേക്ക് പിടിക്കുമ്പോൾ കൈ കൊള്ളാതെ നോക്കണം. ഓക്കെ, ഈ സൈഡ് ഏകദേശം നമ്മൾ ഒരു ബാൻഡ്സ് പോലെ ചെയ്തു. ഇവിടേക്ക് ചെയ്യാത്തതാട്ടോ, ചെയ്ത ഒരു ഭംഗിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് കൊള്ളാം അല്ലേ. അതേ പക്ഷെ ഒരുപാട് ഹീറ്റ് കൊടുക്കേണ്ടി വന്നില്ല അല്ലേ.
ഓക്കെ. അപ്പോൾ ഈ കേൾസ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളത് വീട്ടിൽ ട്രൈയും ചെയ്യുക. താങ്ക് യു ഫ്രം ഹേ ഇറ്റ്സ് സബിത സംഗീത്. ബൈ. ബൈ.